എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ സർവീസ് അവർക്ക് നൽകുക. ഇൻസൾട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. നമ്മൾ ഇൻസൾട്ടഡ് ആയോ? പെരിന്തൽമണ്ണ ഒരു ആ പൊട്ടക്കുളത്തിലെ തവള. ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇതൊരു സർവീസ് സാറ് എടുത്തിട്ട് അത് ആ സമയത്ത് സർവീസിൽ നിന്ന് മാറി എന്ന് പറയും. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബിസിനസ്മാൻമാരോടാണ്. അതെ, നമ്മളുടെ അറിയുന്ന കുറേ ബിസിനസ്മാൻമാരോട് പറയുന്നത് എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ വളരെ കൃത്യമായി കമ്മിറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ സർവീസ് അവർക്ക് നൽകുക. ഇതാണ് എനിക്ക് ബിസിനസ്മാൻമാരോട് പറയാനുള്ളത്. എനിക്ക് ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലായത് ഞാൻ എഗെയിൻ ആ മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ ആളുകൾ പലരും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും സാറ് പറഞ്ഞിട്ടും പഠിച്ചൊരു കാര്യമാണ്, ഇൻസൾട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഇൻസൾട്ടഡ് ആയോ അവിടെ നമ്മൾ അതിൽ നിന്ന് എന്ത് വന്നാലും എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാലും അതിൽ നിന്ന് നമ്മൾ കയറാനുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുള്ളതാണ്. നമ്മൾ എവിടെ ഇൻസൾട്ടഡ് ആവുന്നോ അവിടെ നമുക്കൊരു ഉത്തേജനമാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളത്. നമ്മൾ ബിസിനസ് ഓണേഴ്സ് അങ്ങനെയല്ലേ ഇതിനെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഇൻസൾട്ടായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് എന്തുകൊണ്ട് ഇത് പറയുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പുറത്ത് കടക്കണം. എനിക്കാവണമെന്നില്ല, ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടോ, ഞാൻ അറിയുന്ന ഈ ക്ലബിൽ എത്ര പേര് അങ്ങനെ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഒരൊറ്റ ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇൻസൾട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്. അങ്ങനെയെങ്കിലും ആളുകൾ ഇതൊന്ന് കണ്ണു തുറക്കട്ടെ, നമ്മുടെ ബിസിനസ് ഓണേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കൾ കണ്ണു തുറക്കട്ടെ എന്നുള്ളൊരു വിചാരത്തിലായിരിക്കാം സാർ അത് പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇത്ര കാലം കേട്ടതാണ്. ആളുകൾ പറയും സാറെ കൂടെ ഇരിക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി, ഇതൊക്കെ കേൾക്കുന്ന കുറെ എണ്ണുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് അവർ പറയട്ടെ, അവരോട് തുറന്നു പറയാൻ പറ്റുന്ന അവസരം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഇപ്പോഴും ആദ്യം പറഞ്ഞില്ല, കുറച്ച് നേരത്തെ പറഞ്ഞത്, എന്നെ അടിമുടി സ്വാധീനിച്ചൊരു വ്യക്തി ഒരു സമയത്ത്. ഞാനിപ്പോൾ ഈ ഒരു അവസരത്തില് നമ്മളന്ന് പെരിന്തൽമണ്ണയും മലപ്പുറമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അനിൽ സാറിന്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ആ സ്റ്റേഡിയം, എനിക്ക് തോന്നുന്നു നമ്മുടെ മലപ്പുറത്ത് വെച്ച് നടത്തിയ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലായിരുന്നു. അതിൽ സ്റ്റേഡിയത്തിൽ ആളുകൾക്ക് കയറി നിൽക്കാൻ സ്ഥലമില്ലായിട്ട് അതിന് ആളുകൾ ഇങ്ങോട്ട് തെറി പറയായിരുന്നു. ഇത് ഇങ്ങനെ സ്ഥലം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോപ്പ് വന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിൽ നിന്നൊക്കെ ആളുകൾ ബസ് വിളിച്ചു വന്നിട്ട് കയറാൻ സ്ഥലമില്ലായിട്ട് മടങ്ങിപ്പോയി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവരൊക്കെയും ഇത് അനിൽ സാർ എന്ത് പറയുന്നു എന്ന സാറിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാനാണ് ഈ വരുന്നത്. ഇവിടെ ഈ ഒരു പെയ്ഡ് പ്രോഗ്രാമിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് വാസ്തവത്തിൽ അറിയില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെ കാണാനും ഇദ്ദേഹത്തിനെ കേൾക്കാനും ഇദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതും ആ പറയുന്നതിൽ നിന്ന് എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും ഇപ്പോഴും പുറത്ത് കാത്തിരിപ്പുണ്ട്. അത് ഇവരൊന്നും വിചാരിച്ചാലൊന്നും അത് നടക്കാൻ അത് മാറാനൊന്നും പോകുന്നില്ല. എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ എന്നുള്ളതാണ്. ആളുകൾ എടുക്കുന്ന രീതിയാണ്. മനസ്സിലായില്ല, നമ്മളെ നേർവഴി കാണിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ അതായിട്ടല്ല, അവിടെ ഈഗോ എന്തൊക്കെയോ പ്രോബ്ലംസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നീട് പിന്നാലെ വന്നിരിക്കുന്ന ചാനൽസും ഈ പറയുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള പ്ലേയേഴ്സ് അവരെല്ലാവരും നിലം തൊട്ടിട്ടല്ലോ ഇതിപ്പോ ഒരു സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നോട്ടപ്പുള്ളികളാവുമ്പോഴാണല്ലോ ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. വളർച്ചയുടെ അതാണ്, ആ വളർച്ച കൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു ഇഷ്യൂ. അല്ലെങ്കിൽ കേരളക്കാലം മൊത്തം ഇങ്ങനെ ആസ്വദിക്കൊന്നുമില്ലല്ലോ. അതിങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു കാരണം അതിന്റെ വീഴ്ച ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അനിൽ സാറിനെ അറിയുന്ന ആളുകൾക്ക് അനിൽ സാറിനെ അത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എന്നുള്ളത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അറിയാൻ ശ്രമിച്ചിട്ടില്ലാതെ അല്ലെങ്കിൽ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് അവർക്കിത് ഈഗോ വർക്കൗട്ടായി അവർ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായില്ല, ആ റിയാക്ഷൻ ഞാൻ ചിലതൊക്കെ പലരുമ്പോഴേ ആദ്യമായിട്ട് അനിൽ സാറിന്റെ ഈ ഒരു ഒറ്റ വീഡിയോ മാത്രം കേട്ടിട്ട് അരമണിക്കൂറൊക്കെ സാറിനെ അതിനേക്കാൾ മോശമായത് പറഞ്ഞിട്ട് ബോഡി അബ്യൂസ് ഒക്കെ നടത്തിയിരുന്നു ചില ആളുകൾ. ഭയങ്കര സങ്കടം തോന്നി. ഇവരാണ് ഇതിന്റെ ജനങ്ങളെ നന്നാക്കുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല അത്തരത്തിൽ അദ്ദേഹത്തിന്റെ
ചില ആളുകളൊക്കെ എന്താണ് അനിൽ ബാലചന്ദ്രൻ നായർ എന്നൊക്കെ പറയുന്നത്. നമ്മൾക്ക് പോലും ഇത്ര കാലം ഞങ്ങൾ കൂടെ നടന്നിട്ട് പോലും ഇത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ആണെങ്കിൽ തന്നെ എന്തോ ഇതൊന്നും ഇവർക്കൊക്കെ ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ കുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് ഏതായാലും ഞാനൊക്കെ എൻ്റെ കൂടെ എപ്പോഴും അനിൽ സാറ് ചില പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആയിരിക്കും, ഇവരൊക്കെ അനിൽ സാർ അറിയുന്ന ഒരു കാലം വരുമല്ലോ. പലവരെയും ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അനിൽ സാറാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പലരും തന്നെ സാധാരണക്കാർക്കല്ല, ബിസിനസ്സുകാർക്ക് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ സെയിൽസ്മാൻമാർക്ക് പരിചയപ്പെടുത്തുക. അനിൽ ബാലൻ അന്ന് സെയിൽസ്മാനായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ മലയാളീസും അറിയുന്ന ഒരു കാലം വരും അനിൽ സാറിന്. തീർച്ചയായും അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് അനിൽ സാറിനെ എല്ലാ മലയാളികളും അറിയുകയാണ് ആരാണ് അനിൽ സാർ. അതുപോലെ സ്വപ്നം കൂടെ സാക്ഷാത്കരിച്ചതാണ് ഇവിടെ. അതുപോലെ അഭിഷാദ് ഗുരുവായൂർ സാറുമായിട്ട് ഒരുപാട് കമ്പാരിസൺ. അഭിഷാദ് സാറാണ് നല്ലത്, അദ്ദേഹത്തിൻ്റെയാണ് കേൾക്കാൻ രസം. അത് കേൾക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട് കേൾക്കാൻ രസം. ശരിയാണ്, എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും. അവതരണ ശൈലി അതാണ്. പക്ഷേ ബിസിനസ്സിൽ വരുമ്പോൾ യാഥാർത്ഥ്യമുണ്ട്. പൊട്ടിച്ചേരി അല്ല ബിസിനസ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് എൻ്റയർലി ഡിഫറെന്റ് റൂട്ടാണ്, ഡിഫറെന്റ് ഡയറക്ഷനാണ്. വേറൊന്നും കൂടെ ശരിയാത് ഇത് ശരിയെന്നുള്ളവർക്ക് വരുന്നേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. രാജിന്റെ ശൈലി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നിങ്ങളത് മാത്രമാണ്. അതെ. അനിൽ സാറിൻ്റെതാണ്. എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യം. തീർച്ചയായിട്ടും മാക്സിമം, അതായത് ആ കിട്ടിയ സമയത്ത് മാക്സിമം ആ ടീമിന് അത് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എങ്ങനെ കൊടുക്കാൻ പറ്റും മാക്സിമം. ഞാൻ അനിൽ സാറിന്റെ ഒരു ക്ലാസ്സിൽ നിന്നപ്പോൾ അനിൽ സാർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിനൊക്കെ ചില ആളുകൾ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, ഇവർക്ക് അറിയോ. ഞാൻ ആ ക്ലാസ് കഴിയുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് സാറിനോട് ചോദിച്ചു, സാർ എന്തായി കാണിക്കുന്നത്? സാർ ബാക്കിയാവണ്ടേ, ഞങ്ങൾക്ക് സാറിനെ ഇനിയും വേണമല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുള്ളി എടുക്കേണ്ട ഒരു ക്ലാസ് അല്ലല്ലോ സാർ. അതാണ് കമ്മിറ്റ്മെന്റ്. ഇവിടുന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലുതായിട്ടുള്ളത്. വെറുതെ അല്ലല്ലോ അനിൽ സാർ ഈ ലോകത്ത് ഇപ്പൊ ഇങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ ആളുകൾ, ചില ആളുകൾക്ക് തോന്നും വെട്ടി വീഴ്ത്തി താഴെ ഇടാം. പക്ഷെ നടക്കില്ല. മാത്രമല്ല ഞങ്ങൾക്കറിയാം അത് പറന്നു വരും. ഞങ്ങളത് നോക്കി നിൽക്കുക. നമുക്ക് ഇനി ഒരു ക്ലാസിന്റെ ആവശ്യമില്ല. ഇതിലെങ്ങനെ സാറ് മുകളിലേക്ക് വരുന്നു നോക്കുന്ന അത് ചെയ്താൽ മതി. ഇവിടെ എന്ത് കാണിക്കുന്നു നോക്കുക, എന്ത് പറയുന്നു നോക്കേണ്ട ആവശ്യമില്ല, കാണിക്കുന്നത് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും. നമ്മളുടെ അനുഭവത്തിൽ നിന്ന്, ഇപ്പം എൻ്റെ അനുഭവത്തിൽ, ഞാനിപ്പോൾ ഇവിടെ ഈ ദുബായിൽ വരാനുള്ള കാരണം അനിൽ സാർ ഒരാളാണ്. അത് പല തവണ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് പബ്ലിക് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തപ്പോൾ, നീ എന്തിന് പെരിന്തൽമണ്ണ ആ പൊട്ടക്കുളത്തിലെ തവളയായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പം സാർ എന്നെ തവള എന്ന് വിളിച്ചോ, സാർ എൻ്റെ പെരിന്തൽമണ്ണയെ പൊട്ടക്കുളം എന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞതെങ്കിൽ ഞാൻ ഇന്നും അവിടെ നിൽക്കുമായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ഡ്രീംസ് വലുതാണ്. എൻ്റെ ലക്ഷ്യങ്ങൾ വേറെ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് സാറ് കാണിച്ചു തന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ദുബായിൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആളുകളെ പറയുന്ന കേട്ടുകൊണ്ട് അതിനെ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോൾ കസേര വെക്കുന്ന രീതിയാണ്. 4 ദിവസമായി തുടങ്ങിയിട്ട് ഞാനിത് എന്തുകൊണ്ട് ഇതുവരെ വൈകിയെന്നറിയോ? ഒരു ദിവസം ജീവിതത്തിൽ പല സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും എനിക്ക് സാർ ഓർമ്മ വരാറുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ വളരെ എന്ത് കേട്ടാലും ഒരു പാവത്താൻ, ആർക്കും മുമ്പിലും അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ച് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, 50,000 ദിർഹംസിന്റെ ഒരു ബിസിനസ് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം, 50,000 ദിർഹംസിന്റെ ഒരു സെയിൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടുണ്ടായി? എനിക്ക് എൻ്റെ സർവീസിനെ കുറിച്ച് അറിയാം. ഈ 50,000 ദിർഹംസിന്റെ അത് ക്യാഷ് തന്ന് വാങ്ങാൻ അവൻ ഇന്ന് വന്ന് വാങ്ങി. എന്തുകൊണ്ട്? അത് എനിക്കറിയാം. എൻ്റെ സർവീസ് എന്താണ്, ഞാൻ കൊടുക്കുന്ന പ്രൈസിന് എവിടെയൊക്കെ കിട്ടും, അവർക്ക് എവിടെയും കിട്ടില്ല. അവരിത് വന്ന് ക്യാഷ് ആയിട്ട് വാങ്ങിക്കും. തീർച്ചയായിട്ടും. ഇത്തരത്തിൽ നമ്മുടെ ബിസിനസ്സിനെ സെറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നിടത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും എന്ന രീതിയിൽ. അപ്പോൾ ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഓർക്കുകയാണ്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഇത് 4 ദിവസത്തിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇനി വൈകാൻ പറ്റും, ഇനി പറഞ്ഞേ പറ്റൂ. ഹനീഫിക്ക, ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ കസ്റ്റമേഴ്സിനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മൾ ബിസിനസ് ഓണേഴ്സാണ്. നമ്മളുടെ അപ്രോച്ചാണ് അവരെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഹനീഫിക്കയും ഞാനും ഒരേ ബിസിനസ് ചെയ്യുന്നു. ഒരാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ ഹനീഫിക്കയോട് പറയാണ്, എനിക്കിങ്ങനെ സംഭവങ്ങൾ വേണം,
അതിന് ഇത്ര പൈസ തരാം. അപ്പോൾ അനീഫിക്ക് പറയുകയാണ് എൻ്റെ അടുത്ത് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എനിക്കിത് ബിസിനസ് റോൾ ചെയ്യേണ്ടതാണ്, ഈ പൈസയാണ് റോൾ ചെയ്തിട്ടാണ്, ഈ പൈസയിൽ നിന്ന് വേണം എനിക്ക് അടുത്ത പൈസ. അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നു, ഞാനും സിമിലർ ബിസിനസ്സിൽ അവരോട് പറയണം, ഹനീഫിക്ക് അങ്ങനെ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരാഴ്ച ക്രെഡിറ്റ് തരാം സാർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ആ കസ്റ്റമറെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഈ ബിസിനസ്സുകാരൻ അറിയുന്നില്ല നാളെ അപ്പുറത്ത് 2 ആഴ്ച വേറൊരാൾ പറഞ്ഞാൽ എനിക്ക് ആ ബിസിനസ് നഷ്ടപ്പെടുമെന്നുള്ളത്. ഈ ബിസിനസ്സുകാരൻ അവിടെ അറിയുന്നില്ല ഈ 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ ആ പണം അവിടെ നഷ്ടപ്പെട്ടു, നമ്മളുടെ ബിസിനസ്സിന് അതൊരു ലോസായി മാറുന്നു എന്നുള്ളത്. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പല ആളുകൾക്കും ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതാണ് അനിൽ സാർ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മൾ അൺഎത്തിക്കലായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അനിൽ സാർ ഇതിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഹനീഫിക്ക പറഞ്ഞു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരുപാട് ബിസിനസ് വോളിയം തന്നിട്ടുണ്ടാവും, അവരിനിപ്പോൾ ഒരു പേയ്മെൻറ്റ് അവർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവരുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അത് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അവർ കൂട്ടണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് പോലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആകുമ്പോൾ കൊടുക്കുന്ന ചില പ്രിവിലേജസ് ഉണ്ട് ഹനീഫിക്ക, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ അത്രയും അടുത്തറിയുന്ന എനിക്ക് ഒരുപാട് ബിസിനസ് വോളിയം തന്നതാണ്, എന്നെ ഗ്രോ ചെയ്യാൻ സഹായിച്ച ആളാണ്. അപ്പൊ അവിടെ അയാൾക്കൊരു ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുമ്പോൾ ആ ക്രെഡിറ്റോ ആ കൊടുക്കുന്ന പൈസ ഇനി അയാൾ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ആ മനസ്സോടുകൂടി കടം കൊടുക്കുന്ന ആളുകൾ അൺഹെൽത്തി ഒരാളുടെ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടം കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള പിടുത്തം അപ്പുറത്തുനിന്നുണ്ട് എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. വേറെ എത്രയോ ബ്യൂട്ടിഫുൾ സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ. ഇതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന വേദിയിലിരിക്കുന്ന ആളുകൾക്ക് അതിലോട്ട് എത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അത് അനുഭവസ്ഥർ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത്ര പ്രശ്നം മാത്രമല്ല, നമ്മളൊന്ന് ആലോചിക്കുക. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഈഗോ വർക്കൗട്ടായ പിന്നെ ഈ ആലോചന ഒന്നും വരില്ല. അവിടെ ആലോചിക്കുക, എനിക്ക് എത്ര കസ്റ്റമേഴ്സ് എനിക്ക് പൈസ തരാനുണ്ട്, ആ കസ്റ്റമേഴ്സ് എനിക്ക് പൈസ തരാത്തതുകൊണ്ട് എനിക്ക് എത്രമാത്രം മാനസിക ഇതിനു മുമ്പ് ഞാൻ എത്ര രൂപ കളഞ്ഞുകളെന്നറിയാം. കളയുന്നത് മാത്രമല്ല, മൂല്യം മാത്രമല്ല ഹനീഫിക്ക, എത്രയോ വേണ്ടാന്ന് ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ പല രീതിയിലും അത് നമ്മളെ എനിക്ക് അതിന് ഉപയോഗിക്കുന്നില്ല, അതിനാവൂലെന്ന് വിചാരിച്ചിട്ട് മാറ്റി കളഞ്ഞതാണ് ഹനീഫിക്ക. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചാണ്. അദ്ദേഹം പേയ്മെൻറ്റ് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 12 ദിവസത്തോളം ഞാൻ ആ പേയ്മെൻറ്റിന് ഓരോ ദിവസമായിട്ട് അവർ വിളിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ പണം കിട്ടിയിട്ടില്ല. 13ാം ദിവസം ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരെന്തിനാ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ശരി, ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാരണം അത് മറ്റൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ആ പ്രൊജക്റ്റിന് ഓൾറെഡി ഞങ്ങൾ പേയ്മെൻറ്റ് എടുത്തതുമാണ്, AMC ഉണ്ട്, കമ്മിറ്റഡുമാണ്. അപ്പം ഒരു 10 സെക്കൻഡ് നിശബ്ദമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നിന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പേയ്മെൻറ്റ് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് ചോദിച്ചിട്ടില്ല, ഞാൻ ആ ചോദിക്കൽ നിർത്തി. കാരണം ആ ചോദിക്കുമ്പോൾ ഓരോ തവണ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കത് വിഷമമാണ് വരുന്നത്. കാരണം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ പണം ഇനി നിങ്ങൾക്ക് തരാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾ എനിക്ക് റെസ്പോൺസ് തരുന്നില്ല, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സർവീസസ് തരുമ്പോൾ. ഇപ്പം നിങ്ങളത് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ഞാനത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം അനിൽ സാറിൻ്റെ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണല്ലോ. അങ്ങനെ ഞങ്ങളെ ഒരു ബെഗേഴ്സ് എന്നുള്ള രീതിയിൽ, അങ്ങനെ തന്നെ പറഞ്ഞു, ബെഗേഴ്സ് എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ ഞങ്ങളെ എത്തിക്കുകയാണല്ലോ. കഷ്ടമുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും അറിയാം, ഉപയോഗിച്ചു. അത് ആ ബിസിനസ്സുകാരോട് ഒരൊറ്റ കാര്യം, ബിസിനസ്സിൽ ഈഗോ വർക്കൗട്ട് ആക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കരുത്. ഈഗോ അല്ല ബിസിനസ് റൺ ചെയ്യേണ്ട സ്ട്രാറ്റജീസിൻ്റെയും ഇതിൻ്റെ മെത്തഡോളജീസിൻ്റെ ഒക്കെ പുറത്താണ്. നമ്മളവിടെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മളൊരാളുടെ കയ്യും കാലും പിടിക്കണം എന്നുള്ളത് പറയുന്നില്ല, പക്ഷേ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഈ പറയുന്നതിലൂടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ബിസിനസ് ഗ്രൂപ്പിലല്ലേ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും മെയിൻ സ്ട്രഗിളിങ് പോയിന്റ് ഇവിടെയാണ്. അത് അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു എന്നതേ നമ്മളതിൽ കണ്ടു. അതെല്ലാവരുടെ മനസ്സിൽ തറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. കാരണം അദ്ദേഹം മാത്രമല്ല മോട്ടിവേഷൻ സ്പീക്കർ അല്ല, ബിസിനസ്സിനെ അവർ ഗൈഡ് ചെയ്യുന്ന. ഞാൻ ഇതുപോലെ പല സംഭവങ്ങളും ഞാൻ അനിൽ സാറോടത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
ചിലപ്പോഴൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ ഉദാഹരണം എടുക്കും. ചിലപ്പോൾ വളരെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊരു അതിനുശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എനിക്കത് ഇൻസൾട്ടായി തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ആ കോട്ട് നീ കടം വാങ്ങിയതാണ്, എൻ്റെ വണ്ടി അത് റെൻറ്റിനെടുത്താൽ, അങ്ങനെയൊക്കെ വളരെ കൃത്യമായി സാറ് പറയും. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുക ഒരാളെ എങ്ങനെ വിശ്വസിക്കണം. ഡ്രസ്സ് കണ്ടിട്ടല്ല, അവൻ വന്ന വണ്ടി കണ്ടിട്ടല്ല, അവനെ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വസിക്കുന്ന ഒരാളിൽ ചേർക്കണം എന്നത് പഠിപ്പിക്കാനായിരുന്നു. അത്രക്കും അതെന്താണ്, നമുക്ക് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ ഉദാഹരണം പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല അതിപ്പോഴും ചിലപ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതല്ലെങ്കിൽ ഇതാ ഞാൻ ഒരാളെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മതി. 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോന്ന് എഴുതിയാൽ മതി. പക്ഷെ ഞാനിത് എന്നിട്ട് അനീസാറോട് ഞാൻ സ്വകാര്യമായിട്ട് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, സാറേ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് മാറിയിരുന്നു, സാർ ഇതൊന്ന് സൂക്ഷിക്കണം. സാറിനോട് അപ്പോഴും എന്നോട് പറഞ്ഞത്, അനീഫ് ഇത് നിങ്ങൾക്കിത് കിട്ടാനാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും അല്ലല്ലോ, അത് തിരിച്ചറിയാത്ത ആളുകൾക്ക് കിട്ടാനാണ്. അതിന് പിറ്റത്തെ ക്ലാസ്സിൽ സാർ അത് വിശദീകരിക്കുകയും ചെയ്തു. അനീഫ്ക്ക് ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ ആൻസർ അനിൽ സാർ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അനിൽ സാറിന്റെ മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് സാർ പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. സാറൊന്നല്ല കേട്ടോ, ഞാനിപ്പോഴും 1-2 പേരുടെ മെന്ററിങ് എടുക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 2 പേരുടേത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉണ്ട്. ഇത് നമ്മുടെ ബിസിനസ്മാൻ ആവശ്യമുണ്ടോ? എന്താ രാജിൻ്റെ അഭിപ്രായം? നമ്മൾ ബിസിനസ്മാൻമാരോട് സംസാരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ അതിൽ ആഡ് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അനുഭവജ്ഞാനം ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശാസ്ത്രീയമായിട്ടുള്ളതും പ്രൂവൺ ആയിട്ടുള്ളതും ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനൊരു ഉദാഹരണം പറയാം, ബിസിനസ് റിലേറ്റഡ് അല്ല. എന്തുകൊണ്ട് നമ്മൾ അനുഭവജ്ഞാനോ അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള ആളുകളുടെ അടുത്ത് പോകണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാലും അപ്പം ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ അടിക്കുക, ആ ഒരു രീതിയിലാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. നല്ല കാര്യം, ഞാനും അത് ശരിയാണെന്ന് വിശ്വസിച്ചു. എനിക്കൊരു മോളുണ്ടായപ്പോൾ ഒബ്വിയസ്ലി ഞാനും മോളെ എന്ത് ചെയ്തു, ആ രീതിയിൽ പേടിപ്പിച്ച് നിർത്തി. എന്നെ എങ്ങനെയാണോ പേടിപ്പിച്ച് നിർത്തിയത്, അതുകൊണ്ട് അത് തെറ്റൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നു അത് അവർ ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളത്. എൻ്റെ ശരികൾ അതായിരുന്നു. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി, ഒരു പ്രായം എത്തിയപ്പോൾ കുട്ടി നമ്മൾ പറഞ്ഞു നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ കുഞ്ഞിനെ പേടിപ്പിക്കാൻ തുടങ്ങി. ഞാനൊരു സൈക്കോളജി ക്ലാസ്സിന് സെബാസ്റ്റ്യൻ സാറിൻ്റെ എറണാകുളത്ത് നമ്മളുടെ കോഴ്സിന് പോയപ്പോഴാണ് റിയാലിറ്റി മനസ്സിലാവുന്നത്. ഇതിങ്ങനെയല്ല, അല്ലാതെയും നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ അടുത്ത മാസം തന്നെ എൻ്റെ വൈഫിനെ കൊണ്ടുപോയി. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ അപ്രോച്ച് മാറ്റിയെടുത്തു. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച് ശരിയായിരുന്നു. എൻ്റെ കാര്യം വെച്ചിട്ട് സക്സസ് മോഡലാണ് അവിടെ കണ്ടത്. അതെല്ലായിടത്തും സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പം നമ്മൾ അനുഭവസ്ഥരോടും ഇത് സയൻറ്റിഫിക്കലി പഠിച്ചവർക്കും അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ നേർവഴി കാണിക്കാൻ കഴിയുന്ന ഒരാളുടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അറിവുകളൊക്കെ മാറ്റിവെച്ച് അവരെന്താ പറയുന്നതെന്നുള്ളതും അതിൻ്റെ ഉൾക്കാഴ്ചകളും ശ്രവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൊള്ളാം. അവരെന്ത് പറയുന്നു, എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തുക. നമുക്ക് ലോകത്ത് പെർഫോം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്ക് പിന്നിലും ഒരു കോച്ച് അത് തീർച്ചയായിട്ടും ഉണ്ട്. എത്ര വലിയൊരു അഭിനേതാവായാലും അല്ലെ നമ്മുടെ നടന്മാരായാലും അവർക്കൊക്കെ പിന്നിൽ ഒരു കോച്ചുണ്ട്. ഫുട്ബോൾ താരാണ്, അവർക്ക് കോച്ചില്ലേ? അപ്പൊ വേറെ പലതും. അനീസാറിന്റെ ബിസിനസ് ഒക്കെ പൊട്ടിക്കാണ്. അതുകൊണ്ട് അനീസാർ എന്താണ് ഇവര് അങ്ങനെയാണെങ്കിൽ ഒരു കോച്ചിന് കളിച്ചാൽ പോലെ, അങ്ങനെയാണെങ്കിൽ ഇവനെ കോച്ച് ആർക്ക് ഗൈഡ് ചെയ്യേണ്ട ഇതൊന്നും പറയുമ്പോൾ അവരത് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യമാണ്, അനിൽ സാറിന് ഇത് ബിസിനസ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധ്യാപകരെടുക്കുക. അധ്യാപകരെല്ലാവരും തന്നെ ആ പ്രൊഫഷനിൽ എക്സലൻ്റ് ആയതുകൊണ്ടല്ല അധ്യാപകരായത്. അവർക്ക് പഠിപ്പിക്കാൻ അറിയുന്ന കഴിവുള്ള ആളുകളായതുകൊണ്ടാണ് അവർ അധ്യാപകരായത്. പ്രൊഫഷണലി എക്സലൻ്റ് ആയിട്ടുള്ള പല ആളുകൾക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. അപ്പോൾ ഈ മറ്റുള്ളവരെ നേർവഴി കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വഴികാട്ടിയാകാൻ കഴിവുള്ള ആളുകൾ, അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് അധ്യാപകരാവുന്നത് അല്ലെങ്കിൽ കോച്ചാവുന്നത്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയല്ല ആളുകൾ എടുക്കുന്നത്. അയാൾ അതവിടെ ഫെയിലിയർ ആയതല്ലേ, അപ്പോൾ അയാൾ ഈ ഒരു സംഭവമായിട്ട് ഇറക്കിയതാണെന്നുള്ളതൊക്കെ മലയാളത്തിലെ മെയിൻ മീഡിയാസാ പറയുന്നത്. അവർക്കൊക്കെ ചാനൽ റേറ്റിംഗ് ഒരു ഹോട്ട് ടോപ്പിക്കാണിത്. ആ ടോപ്പിക്കിൽ നെഗറ്റീവ് റിവ്യൂസ് വരുമ്പോൾ ആളുകൾ ആരാൻ്റെ ഉമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ
കൊടുത്തിരിക്കുക. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇവര് ചെയ്തതും അത് ചെയ്തതും രണ്ടും ഒന്നല്ല. അതെ, തീർച്ചയായിട്ടും ആളുകൾക്ക് ഹരമുള്ളതാണ് ഇവര് കൊടുക്കുന്നത്, ഈ നെഗറ്റീവ് മീഡിയാസ്. അങ്ങനെ ഹരമുള്ളൊരു വാക്കുകൊണ്ട് തന്നെയാണ് അനിസാർ അവർക്ക് കൊടുത്തത്. എങ്ങനെ ഹരമുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരെ ഉള്ളിലേക്ക് അത് കയറും. പിന്നെ ഒരുപാട് വിമർശനങ്ങൾ വരും. നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, പക്ഷേ നമ്മളുടെ അനുഭവം ഒന്ന് തുറന്ന് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ഗുരുനാഥനോടുള്ള റെസ്പെക്റ്റ് എന്നും ഉണ്ടാവും. പല ആളുകളും പറയുന്നത് അതൊരു മായാജാലമാണ്, മായാവലയമാണ്. അങ്ങനെയാണ്, ഇതാണ് മായാജാലമെങ്കിൽ, ഇതാണ് മായാവലയമെങ്കിൽ അതിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം എന്നെ ഇപ്പോൾ ഈ ഒരു പറുദീസയിലോട്ട് എത്തിച്ചിരിക്കുന്നത് അനിൽ സാർ. എണീപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ജനങ്ങളടിയിൽ പ്രചരിപ്പിച്ചിട്ട് അത് അവർ കേട്ട് കഴിഞ്ഞാൽ ആകെ ലോകം